ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളൊന്ന് കോഴിക്കോടേക്ക് വന്നതായിരുന്നു കേട്ടോ. ടൗണിലേക്ക് ഇറങ്ങിയതായിരുന്നു. മറ്റ് ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയതാണ് സംഭവം. അപ്പോൾ അതിൻ്റെ കൂടി ഒന്ന് ലുലു മാൾ വരെ വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിപ്പം ലുലു മാളിലേക്ക് പോവുകയാണ്. സാധാരണ ഇവിടെ ലുലു മാളിലേക്ക് ഞങ്ങളങ്ങനെ വരാറില്ല പൊതുവേ കേട്ടോ. കൂടുതലായി നമ്മൾ പോകുന്നത് ഹൈലൈറ്റ് മാളും ഗോകുലം മാളും ഒക്കെയാണ്. അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി ആയിക്കോട്ടെ ഞാൻ വിചാരിച്ചു, ഒന്ന് ലുലു മാളിലേക്ക് മാറ്റി പിടിച്ചു. അപ്പം ഞാനുണ്ട്, ഹസ്ബൻഡുണ്ട്, മക്കളുണ്ട്, നമ്മളെല്ലാവരും കൂടെയുള്ള ഒരു വരവാണ്. പൊതുവേ അങ്ങനെ തന്നെയാണ് കേട്ടോ. കൂടുതലായും ഞങ്ങൾ ഒരുമിച്ചുള്ള യാത്രകളാണ് ഏറെ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്നും എവിടെയും എപ്പോഴും ഞങ്ങൾ മാത്രമായിട്ട് അങ്ങനെ പോവാറുള്ളൂ. അച്ഛനും മക്കളും കൂടെ നടന്നു പോവുകയാണ് കേട്ടോ. അപ്പം നടുക്കുള്ളയാളെ 2 പേര് പിടിച്ചിട്ടില്ലെങ്കിൽ അയാളൊരു ഓട്ടോ ഓടിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഈ ലുലുമാൾ മൊത്തം ഓടേണ്ടി വരും. അതുകൊണ്ട് 2 ആളും കൂടെ കൈയൊക്കെ പിടിച്ച് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ ഭയങ്കര ഡീസൻ്റാണ് കേട്ടോ. ഇപ്പോൾ പോകുന്നതൊക്കെ ഭയങ്കര ഡീസൻ്റായിട്ടാണ്. ഇനി ഉള്ളോട്ട് കയറി കഴിഞ്ഞാൽ തനി സ്വഭാവം പുറത്തെടുക്കുന്നതാണ്. അപ്പോൾ കൈയൊക്കെ വിട്ടു. കൈ വിട്ട സമയത്ത് അയാളെ സ്പീഡ് കൂടിയിട്ടുണ്ട്. ഇനിയാണ് ഞങ്ങൾ ഓട്ടം തുടങ്ങുക. ഓട്ടം മാത്രമല്ല കേട്ടോ, പല ഭാഗത്തേക്ക് വിട്ടാളെയും നമ്മളെ കണ്ണ് വെട്ടിച്ച് ഓരോ ഭാഗത്തേക്കും കയറി ഓടിക്കാളി കേട്ടോ. പിന്നെ പുറകെ ഓടുക എന്ന് തന്നെ രക്ഷ. ഞാനിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയുന്നുണ്ട്, ഓടുന്നതിന് ആ സമയത്ത് പിടിക്കണം എന്ന് ഞാനിങ്ങനെ പറയുന്നുണ്ട്. കാരണം ഓടിക്കഴിഞ്ഞാൽ എവിടേക്കൊക്കെ പല ഭാഗത്തും ഇങ്ങനെ ഇതൊക്കെ ഉള്ളതിനെ കൊണ്ട് ഇവൻ എവിടേക്കൊക്കെ ഓടുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ പറയുന്നതിനെ കൊണ്ട് മൂത്ത മോനിങ്ങനെ മാക്സിമം അവനെ കൊണ്ട് പറ്റും പോലെ കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. മോൻ പിടിച്ചാലൊന്നും ആൾ നിൽക്കൂല. നമ്മൾ പിടിച്ചാൽ പോലും കിട്ടൂല. അങ്ങനെയാണ് കളിക്കുക. അപ്പോൾ ഇതിൻ്റെ മേലെ കയറി ഞങ്ങളിപ്പോൾ മേലേക്ക് പോകുമ്പം ഇതിൻ്റെ മേലെ എസ്കലേറ്ററിൻ്റെ മേലെ നിന്ന് തന്നെ പല കോപ്രായങ്ങളും കാണിക്കുന്നുണ്ട്. പിടിച്ച് വെച്ചിട്ടൊന്നും നിൽക്കുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ മേലേക്ക് കയറി അവിടെ എത്തിയപ്പം ഇതാ ഓട്ടം തുടങ്ങി. ഇനിയിപ്പോൾ ആ സ്റ്റുഡിയോയിൽ പോയി കയറും. സ്റ്റുഡിയോയിൽ കയറിയിട്ട് അവിടെയുള്ള ആ ചേച്ചി ഇങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആരും പരിചയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇടിച്ച് തള്ളി കയറി പോവുകയാണ് ചെയ്യുക എല്ലായിടത്തിലേക്കും. പിന്നെ നമ്മൾ പുറകെ ഓടുന്നുണ്ടെന്ന് കണ്ടാൽ പിന്നെ കുറച്ചുകൂടി കൂടുകയാണ് ചെയ്യുക. ആൾ ഒന്നുകൂടി ഉഷാറാക്കും. പിന്നെ ഈ ഓട്ടാണ്. ഞങ്ങളെല്ലാവരും നിരത്തി ഓടിയാലും കിട്ടൂല. അങ്ങനെയാണ് ഇയാളെ കാര്യം. എടുക്കാനൊന്നും സമ്മതിക്കില്ല. ഇപ്പം നടക്കാൻ കാണുന്ന കാഴ്ചകളിൽ മൂപ്പരങ്ങോട്ട് മറന്ന് അങ്ങോട്ട് പോവുക ചെയ്യുക. അപ്പോൾ എന്തെന്നില്ല, എല്ലായിടത്തിലും കയറി പോകും കേട്ടോ. മൂപ്പർക്ക് അങ്ങനത്തെ പരിചയത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ പിടിയാലെ കൊണ്ട നടന്നതായിരുന്നു. ഇങ്ങനെയാണ്, എവിടെ കൊണ്ടായാലും ഇത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ കുറേയൊക്കെ അങ്ങനെ നടന്നോട്ടെ എന്ന് വിചാരിക്കും കേട്ടോ. കുറച്ചൊക്കെ മൂപ്പര് ആഘോഷിച്ച് ഒരു ഉഷാറാക്കി നടക്കട്ടെ എന്നും വിചാരിക്കും. അതുകൊണ്ട് അധികമൊന്നും പിടിക്കാൻ പോവില്ല. ഇങ്ങനെ എവിടേക്കെങ്കിലുമൊക്കെ കയറി പോകുന്ന സമയത്തൊക്കെയാണ് പിടിച്ചു കൊണ്ടുവരിക. അപ്പോൾ കൈയൊക്കെ വീശി ആൾ ഉഷാറാക്കി അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഗോകുലം മാളായാലും ഹൈലൈറ്റ് മാളായാലും ലുലു മാളായാലും വെറുതെ കുറച്ച് സമയം ഇങ്ങനെ ചിലവഴിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കാര്യമായിട്ട് പോരുന്നത് കേട്ടോ. അപ്പോൾ വെറുതെ എന്തെങ്കിലുമൊക്കെ ചില സമയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങും, പിന്നെ എന്തെങ്കിലും ഫുഡ് കഴിക്കും. ഇതൊക്കെ തന്നെയാണ് നമ്മളെ പ്രധാനപ്പെട്ട പരിപാടി. പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാനും മാത്രമേ ഉണ്ട്. കോസ്മെറ്റിക്സ് സാധനങ്ങളായാലും അതുപോലെ തന്നെ ഡ്രസ്സ്, എന്തൊക്കെ സാധനം നമുക്ക് ആവശ്യപ്പെട്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ ഇതൊക്കെ വാങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കീശ കാലിയാവുന്നത് അറിയില്ല. അതുകൊണ്ട് എല്ലാം കണ്ടാസ്വദിച്ച് മാത്രം നടന്നു എന്നല്ലാണ്ട് വേറെ ഒന്നിലേക്കും ഞാൻ ശ്രദ്ധ കൊടുത്തില്ല. അങ്ങനെ ഇപ്പോൾ ഇവർക്കുള്ള സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാലാണ് ഇപ്പോൾ പ്രശ്നം. അത് വേണം, ഇത് വേണം, അങ്ങനെ അപ്പുറത്തുള്ള വേണം, ഇപ്പുറത്തുള്ള വേണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മേ
ഇങ്ങനത്തെ കുറച്ച് ടോയ്സിൻ്റെ അടുത്തൂടെ മാത്രം എൻ്റെ മക്കളെ കൊണ്ടുപോകാൻ പറ്റൂല കേട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ കട അവർ കാലിയാക്കും. പിന്നെ കണ്ണ് പൊത്തി നമ്മളെ ഊട്ടിയിലുള്ള കുതിരകളെ കൊണ്ടുപോകുന്ന മാതിരി കൊണ്ടുപോകേണ്ട അവസ്ഥയാണ്. ഒരു രക്ഷയില്ല. എന്തൊക്കെ സാധനങ്ങളെ ശരിക്കും നമ്മൾ ഈ ഒരു മാളിലൊക്കെ കയറിയ കാണുകയല്ലേ. ഒരുപടി സാധനങ്ങൾ എന്തൊക്കെ കാണാൻ മാത്രം ഉണ്ടാവും. ശരിക്കും നമ്മൾ കാണുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ വാങ്ങിയാൽ കൊള്ളാമെന്ന് തോന്നുമെങ്കിലും കണ്ണടച്ചങ്ങനെ നടക്കും. വേണ്ട എന്ന് പറഞ്ഞിട്ട്. കാരണം നമുക്ക് വേണ്ടാത്തതായിട്ടുള്ള സാധനങ്ങളൊന്നും ഉണ്ടാവില്ല ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ. കാണുന്നതൊക്കെ വേണ്ടി വരും. അത് കിട്ടിയ കൊള്ളായിരുന്നു, ഇത് കിട്ടിയ കൊള്ളായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നും. അതുകൊണ്ട് ആ ചിന്ത ഉള്ളത് കൊണ്ട് ഞാൻ അധികം ഒന്നിലേക്ക് ശ്രദ്ധ കൊടുക്കാതെ അങ്ങനെ നടന്നു കേട്ടോ. നമ്മളെല്ലാം കണ്ട് ആസ്വദിച്ച് മാത്രം നടന്നു. പിന്നെ നമ്മൾ തീരെ വാങ്ങില്ല എന്നല്ല കേട്ടോ, വാങ്ങാറുണ്ട്. എന്നാലും കൂടുതൽ നമ്മളിങ്ങനെ ടൈം വെറുതെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ട് സമയം പോക്കി നടക്കുക എന്നതാണ് കാര്യമായിട്ട് കേട്ടോ. ഈ കമ്മലുകളൊക്കെ കാണുമ്പോണ്ടല്ലോ, അയ്യോ കൈയൊക്കെ ഇങ്ങനെ തരിക്കും. നമുക്കൊന്ന് വാങ്ങിയാൽ കൊള്ളാം, അല്ലേ 2 വാങ്ങിയാൽ കൊള്ളാം. എടുക്കുമ്പോൾ വിചാരിക്കും അയ്യോ അതെടുത്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഇതെടുക്കാൻ പറ്റുന്നു, ഇങ്ങനെ തോന്നും. പിന്നെ വിചാരിക്കും മൊത്തം കിട്ടിയാൽ കൊള്ളായിരുന്നു എന്നൊക്കെ. ആ ഒരു തോന്നലൊക്കെ ഉള്ളതിനെ കൊണ്ട് അത് നടക്കാത്ത മോഹമായത് കൊണ്ട് ഞാനതും വിട്ടു. പിന്നെ വീണ്ടും ഇങ്ങനെ തന്നെ നടക്കന്നെ. പിന്നെ ഏത് ഭാഗത്തേക്ക് നോക്കിയാലും ചെരുപ്പുകൾ കാണുമ്പോൾ ചെരുപ്പ് വാങ്ങണം തോന്നും, ഡ്രസ്സ് കാണുമ്പോൾ ഡ്രസ്സ് വാങ്ങണം തോന്നും, ഫാൻസി സാധനങ്ങൾ കാണുമ്പോൾ അത് വാങ്ങണം തോന്നും. ഇങ്ങനെ വാങ്ങണം തോന്നുന്നതിനെ കൊണ്ട് അതിലൊന്നും കാര്യമില്ല എന്ന് വിചാരിച്ച് അങ്ങോട്ട് നടക്കും. പിന്നെ എപ്പോഴും ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ വാങ്ങിത്തരും, നമ്മൾ പറഞ്ഞാൽ വാങ്ങിത്തരും, അത് ഉറപ്പാണ്. പക്ഷേ എന്നാലും വേണ്ട, അതൊന്നും വേണ്ട, നമ്മൾ ഇങ്ങനെ കുറച്ച് നേരം നടക്കാം അങ്ങനെ വിചാരിച്ച് അങ്ങോട്ട് നടന്നു. എന്നാലും നമ്മൾ വാങ്ങിയിട്ടോ. നമ്മളൊരു ഷൂ ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫുഡാണ് കാര്യമായിട്ട് കഴിച്ചത്. ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ നമ്മൾ ടൈം പോകുന്നതിൻ്റെ കൂടെ പൈസ പോലും പോകുന്നത് അറിയില്ല. അതുകൊണ്ട് നമ്മൾ കടിച്ച് പിടിച്ച് അങ്ങോട്ട് നടന്നു. അതാണ് പൊതുവേ മാളുകളിൽ പോയുള്ള അവസ്ഥ കേട്ടോ. അങ്ങനെ വീണ്ടും ഇങ്ങനെ നടന്ന് ഇനി ഞങ്ങളിപ്പം മേലേക്ക് കയറാൻ പോവാണ്. അവിടെയാണ് കാര്യമായിട്ട് ഇവർക്ക് കളിക്കാനുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അവിടെ എന്തൊക്കെയോ വണ്ടിയും കാര്യങ്ങളും അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. എന്തിലൊക്കെ എൻ്റെ മക്കൾ ഓടിക്കയറിയെന്ന് എനിക്ക് പോലും അറിയില്ല, അവർക്ക് പോലും അറിയില്ല. കാരണം കണ്ണ് കാണുന്ന എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ബോധവും ഇല്ല കേട്ടോ. മക്കളെ കാര്യം അവർക്കൊരു ബോധം ഉണ്ടാവില്ല. അപ്പം ഞങ്ങൾ ആദ്യം ഫുഡ് കോർട്ടിലേക്ക് കയറി. അപ്പോൾ ഇനി ഇവിടുന്ന് എന്തെങ്കിലും അവർക്ക് വാങ്ങിക്കൊടുക്കണം, നമുക്ക് കഴിക്കണം, അത് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് കയറിട്ടോ. അതിവിടെ മാളിൽ ഏത് മാളിൽ പോയാലും ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാമെന്ന് പറഞ്ഞാൽ അതൊരു താല്പര്യമുള്ള കാര്യമാണേ. അങ്ങനെ ചെറിയ ആളെന്തൊക്കെയോ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അയാൾ ഒരു റൗണ്ട് ഫുൾ ഓട്ടം കഴിഞ്ഞ് പിടിച്ച് നിർത്തിയിരിക്കുകയാണ് കേട്ടോ. എല്ലാം എവിടേക്കൊക്കെ പോയി എന്നുള്ളത് നമുക്ക് തന്നെ അറിയില്ല, എവിടെ നിന്നൊക്കെയോ പിടിച്ച് കൊണ്ടുപോകുന്നതാണേ. അപ്പോൾ നമ്മളിപ്പം നേരെ വിട്ടത് ചിക്കിങ്ങിലേക്കാണ് കേട്ടോ. അപ്പോൾ ചിക്കിങ്ങിൽ പോയിട്ട് അവിടുന്ന് ഫുഡ് ഓർഡർ ചെയ്തു. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ടുണ്ട്. ഫ്രഞ്ച് ഫ്രൈസ്, ഫ്രൈഡ് ചിക്കൻ, പിന്നെ മൊജിറ്റോ. അങ്ങനെ ഇതൊക്കെ കഴിച്ച് കുറച്ച് സമയം കൂടെ നമ്മൾ അവിടെ ചിലവഴിച്ചു. നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ.